എല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും പറയും മാഹിനെ നീ ഒരു കമ്പനി തുടങ്ങി, ടൂർ കമ്പനി തുടങ്ങി, എന്തെങ്കിലും തുടങ്ങണമെന്ന് വിചാരിക്കും. നാട്ടിൽ വരുമ്പോഴാണ് എൻ്റെ ചെലവുകളും എൻ്റെ റെസ്പോൺസിബിലിറ്റീസും കൂടുന്നത് ഞാൻ അറിയുന്നതും അത് പിന്നീട് കുറയില്ല എന്ന് മനസ്സിലാക്കുന്നതും. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. വെറുതെ ഒരു പേരിലല്ല, ഒരു ഓഫീസൊക്കെ തുടങ്ങി അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല. കഴിഞ്ഞ ദിവസം വന്നു ഒരു സ്ഥലത്തിൻ്റെ ഇതൊക്കെ നോക്കി, അങ്ങനെ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. ഇന്ന് വന്ന് അഡ്വാൻസിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ചെയ്തു. ഈ കാണുന്നതാണ് സ്പേസ്. ഇതെൻ്റെ കസിനാണ് തൻസീറാക്കാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന സ്പേസിലാണ് നമ്മുടെ ട്രാവൽ കമ്പനി തുടങ്ങാനായിട്ട് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ്, മനസ്സിലായില്ലേ, ഇങ്ങനെ ഒരു ഓഫീസ് സ്പേസ് ഒക്കെ. അപ്പം വന്നതാ ഞാൻ ഇതൊക്കെ വരച്ചു ഇവിടെ ആക്കാം. ഇവിടുത്തെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ പോകണം. അത് നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാണ്. അതാണ്ട് ഇതൊക്കെ എടുത്തിട്ട് ഇനി ഫർണിച്ചർ വാങ്ങണം. പിന്നെ ബാക്കി പെയിൻറ്റിങ് കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ചെയ്യണം. പിന്നെ എനിക്കൊന്ന് മുമ്പത്തെ ഏതൊരു കമ്പനി നേഴ്സിംഗ് കെയറിൻ്റെ കമ്പനി ആയിരുന്നു കേട്ടോ, അവരുടെ ഇതായിരുന്നു. ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഓഫീസ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ഓഫീസാണ്. നമ്മുടെ പുതിയ UDF ഗവൺമെൻറ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആശംസകളും വേണം. അപ്പോൾ നമ്മുടെ ഓരോ ഒരുക്കങ്ങളുടെ ഭാഗം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കും. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പറയാം, അന്താരാഷ്ട്ര യാത്രകളും ഡൊമസ്റ്റിക് യാത്രകളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു ടൂർ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു ട്രാവൽ കമ്പനിയാണ്. ഒരു ട്രാവൽ കമ്പനി തന്നെയാണ്. അന്താരാഷ്ട്ര യാത്രകളും ഡൊമസ്റ്റിക് യാത്രകളും എല്ലാം ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്കൂൾ ടൂറുകൾ, കോളേജ് ടൂറുകൾ, കസ്റ്റമൈസ്ഡ് പാക്കേജുകൾ, എന്ത് തരത്തിലുള്ള യാത്രാ ബേസ്ഡ് ആയാലും നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് പ്ലാന്. ചിന്ന സ്റ്റെപ്പ് വലിയ സ്റ്റെപ്പിലൊക്കെ വരണമെന്നുണ്ട്, വലിയ ആഗ്രഹമുണ്ട്. എന്തായാലും ആത്മവിശ്വാസമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സപ്പോർട്ടും വേണം. അപ്പോൾ ഞാൻ ഇനി പുറത്ത് പോയിട്ട് ആക്രിക്കടയിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. പിന്നെ കുറച്ച് ഫ്ലോർ മാറ്റ് വാങ്ങാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന മെഗാബൈറ്റ് റോയൽ ബിസിനസ് സെൻറ്ററിലാണ് കേട്ടോ. നമ്മുടെ ഓഫീസിൽ വരുന്നവർ സൂക്ഷിച്ച് വരണം. ലിഫ്റ്റ് ചെറുതാണ് കേട്ടോ. ലിഫ്റ്റ് ഫാസ്റ്റായിട്ട് അടയും. നമ്മളിവിടെ ഫ്ലെക്സ് അടിക്കാനായിട്ടുള്ള അളവും മെഷർമെൻ്റൊക്കെ നോക്കുവാണ്. ഈ കാണുന്ന ഫ്ലെക്സ് പറ്റുമെങ്കിൽ ആ ഭാഗത്തോട്ടാക്കണം. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് വശത്താണ് നമ്മുടെ ബിൽഡിംഗ് വരുന്നത്. ഇവിടെ ആയിട്ട് ഇതാണ്ടേ ആ ബിൽഡിങ്ങിലാണ് കേട്ടോ നമ്മുടെ ഓഫീസ് വരുന്നത്. പിന്നെ ഈ ഫർണിച്ചർ തപ്പിയുള്ള നടത്തത്തിലാണ്. ഫർണിച്ചർ തപ്പി വന്നപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയൊക്കെ വന്നതാണ് കേട്ടോ മാമാരോട്. നമ്മൾ ചാലയിലൊക്കെ ഇനി കറങ്ങി നടക്കുവാണ്. നമ്മൾ എന്തെങ്കിലും സാധനം മാറ്റ് വാങ്ങണം. കമ്പനിയുടെ തറയിലിടാൻ വേണ്ടി നമ്മൾ മാറ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ ഓൾറെഡി ഫർണിച്ചറൊക്കെ നോക്കി. കുറച്ച് സെറ്റായി, കുറച്ച് സെറ്റായിട്ടില്ല. കുറച്ച് പഴയ ഫർണിച്ചറൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ ഇതാക്കിയിട്ട് തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല സത്യത്തിൽ. നാട്ടിൽ വരുമ്പോൾ കല്യാണമൊക്കെ വരുമ്പോൾ കയ്യിലുള്ള കാശെല്ലാം കാലി ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ കാലിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കാലി ആയത് നിറയ്ക്കണം. അതിനു വേണ്ടിയാണ് ഞാനിത് തുടങ്ങുന്നത്. നമ്മളവിടെ നിന്ന് പിന്നെ മാറ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. ഈ ഗോൾഡ് കണ്ടോ, ഇത് മാറ്റ് ഇവിടെ പലതരത്തിലുള്ള മാറ്റുണ്ട്. എക്സ്പെൻസ് കൂടി വരുവാണ് കേട്ടോ. മാറ്റെല്ലാം അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട്. സത്യത്തിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ വ്ളോഗായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സ്ട്രഗിൾസ് വയ്യോ, എനിക്ക് ഉറക്കമൊന്നും വയ്യ. അങ്ങനെ നമ്മുടെ മാറ്റ് റെഡി ആയിട്ടുണ്ട്. 4.5 മീറ്റർ നമ്മൾ മാറ്റ് വാങ്ങിച്ചു. പാവം ആ ചേട്ടൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്തല്ലേ ചേട്ടനാണ് കേട്ടോ ബാർഗെയിൻ ചെയ്തു. പാവം ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ചു. ബ്രോയാണ് കേട്ടോ സഹായിച്ച. നീ വാ, പേരെന്താ? ഷാഫി. എവിടെ സ്ഥലം? കരമന. താങ്ക് യു കേട്ടോ ബ്രോ. കാരണം നമുക്ക് കുറച്ചെങ്കിലും ഡിസ്കൗണ്ട് കിട്ടി കേട്ടോ. കാണാം. മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ചാലയിലകത്തുള്ള കാഴ്ചയാണ് കേട്ടോ. ഫുള്ള് ട്രാഫിക്കും തിരക്കും ചാലയിൽ കച്ചവടങ്ങളാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങനെ രാത്രി ഒന്ന് കിടന്നു. ഇനിയും കുറേ പരിപാടിയുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ കമ്പനിയുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിന്ന് കുറച്ച് തിരക്കാണ്. ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ഇതാണ് ഡ്രസ് കോഡൊക്കെ ഇട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പയ്യൻ ഷജീറേ. ഇതാണ് കല്യാണ പയ്യൻ. അവൻ അങ്ങ് കെട്ടുന്നത് അങ്ങ് കോന്നിന്നാണ് കേട്ടോ.
അങ്ങ് പത്തനംതിട്ടയിൽ പോയിട്ടാണ് അവൻ കല്യാണം കഴിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം പ്രണയമാണ് അല്ലേടാ ഷജീറെ? അല്ല കാറ് അവിടെ റബ്ബറോളേ കൊണ്ട് കയറ്റിയിരിക്കണ്. ഇവിടെ വണ്ടി ഓട്ടിക്കാൻ തലഹത്തുണ്ട്. തല നോക്കടാ. ഇവിടെ നമ്മുടെ ഷജീറിന്റെ അനിയൻ കുറെ നാൾക്ക് ശേഷം നമ്മുടെ പത്തനംതിട്ടയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ പൂവൊക്കെ വെച്ചു കേട്ടോ. ഇപ്പോഴാണ് ദാണ്ടെ പൂവൊക്കെ വെച്ചത്. നമ്മൾ പള്ളിയിൽ വന്ന് ഷജീറിൻ്റെ നിക്കാഹൊക്കെ കഴിഞ്ഞു. ദാണ്ടെ ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷജീർ ഇതാ വരൻ. ഷജീറിന് സർപ്രൈസായിട്ട് നമ്മുടെ അവിടുത്തെ പയ്യന്മാർ ഷജീറിന് എന്തൊക്കെ ബോർഡൊക്കെ വെച്ച് കേട്ടോ, ഫ്ലെക്സൊക്കെ വെച്ച്. വന്ന ഉടനെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാം ഇവിടെ ഉണ്ട്. ഷവാനെ, ഫൈസലേ, ചക്കു, അഫ്സലേ. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിൽക്കുവാണ്. ഇവിടെ ഏതോ സംസം കാറ്ററേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ്സ് ആണ് കേട്ടോ. അവരുടെ ഭക്ഷണം കൊള്ളാം കേട്ടോ. വളരെ സിമ്പിൾ പക്ഷെ നല്ല വേടോ. ഇവിടുത്തെ ഭക്ഷണത്തിന് തരുന്ന ചേച്ചിമാരൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, വന്ന് ഭക്ഷണം വേണോ എന്തോ ഭയങ്കര ഒരു പോസിറ്റീവ്നെസ്. പിന്നെ നമ്മുടെ ഈ ഡ്രസ്സ് എടുത്തത് വെഡ്മന്ത്ര എന്ന് പറയുന്ന ഷമാനെ. വെഡ്മന്ത്ര എവിടെയാടാ ലൊക്കേഷൻ? പെരപ്പങ്കോടാണ് കേട്ടോ. വെഡ്മന്ത്ര എന്ന് പറയുന്ന അവിടെ നിന്ന് നമ്മൾ റെൻറ്റിനെടുത്ത ഡ്രസ്സാണ് കേട്ടോ. കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മുടെ സ്ഥലത്തിടാൻ വേണ്ടി ഒരു സീറ്റൊക്കെ അടിച്ചു കേട്ടോ. അടുത്ത ഞാൻ ഇവിടുത്തെ ചെയറൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറച്ച് ചെയർ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഓഫീസിൽ ഇടാനായിട്ടുള്ള ചെയർ. നമ്മൾ ഫ്രഷ് അല്ല എടുക്കുന്നത്, തൽക്കാലം സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയറൊക്കെ എടുക്കുന്നത്. അതാണ് നമ്മുടെ ചെയർ. നമ്മൾ ഇതിൽ നിന്ന് 2 ചെയർ, കസ്റ്റമർ ചെയർ ഇതിൽ നിന്ന് എടുത്തു. നമ്മളിനി ഇതെല്ലാം കൊണ്ട് സിറ്റിയിലോട്ട് പോകണം. ഇന്ന് വൈകിട്ട് തന്നെ കുറേ പരിപാടിയുണ്ട്. ആണെന്നത് നമ്മുടെ അപ്പൾസറിൽ നിന്ന് റെഡിയാക്കി കിട്ടിയ സാധനമാണ് കേട്ടോ. ഇതെല്ലാം ഇനി ട്രാൻസ്പോർട്ട് ചെയ്യണം. കുറേ പരിപാടികളുണ്ട്. അങ്ങനെ ഈ സാധനം എല്ലാം കൂടെ ഇനി ഓഫീസ് സ്പേസിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇത്രയും സാധനമുണ്ട്. അങ്ങനെ സാധനം എല്ലാം നമ്മൾ കൊണ്ടുവന്നു. ഇതിനെ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലങ്ങ് കയറ്റണം കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലിഫ്റ്റില്ല അല്ലേ? ലിഫ്റ്റെല്ലാം അവർ ക്ലോസ് ചെയ്ത് കേട്ടോ 6 ഈ സാധനത്തിന് നമ്മളെങ്ങനെ കയറ്റും വിചാരിക്കുന്ന പോലെ അല്ലയോ. ഇത് കയറ്റാൻ വേണ്ടിയുള്ള പാടെ ചത്ത കേട്ടോ. അങ്ങനെ നമ്മുടെ സാധനമൊക്കെ ഇട്ട് സമയമില്ല കേട്ടോ. ഒരു ലോഡിങ് കാര്യം വന്ന് ലോഡിങ് കാര്യം വന്ന് പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. നമ്മൾ പിടിച്ച് കയറ്റിയതിന് ഇനി ഇതൊക്കെ നാളെ പാച്ച് വർക്ക് ബാക്കിയുണ്ട്. ഓഫീസൊക്കെ അടച്ച് ഇനി ഇതാണ്ട് ഒരു കൊറിയർ എടുക്കാൻ വേണ്ടി പോകണം. നമ്മുടെ നാട്ടിലെ ആൾക്കാർ കണ്ടില്ലേ, റോഡ് ഫുള്ള് നിറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. അവിടെ നിന്നും നിറഞ്ഞ് നിൽക്കുവാണ്. ഇനി എങ്ങനെ നമ്മൾ ഈസി ആയിട്ട് പോകും? മാനയായിട്ട് നിൽക്കില്ല ആരും. കഴിഞ്ഞ ദിവസം കുറേ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് കുഞ്ഞുമാട് വീട്ടിൽ വന്ന് ഇവിടെ കിടന്നു ഉറങ്ങി. ഇതിനിടയിൽ നമ്മുടെ ടീഷർട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കേരളത്തിൻ്റെ അൺഎക്സ്പ്ലോർഡ് ഇന്ത്യ കേരളത്തിൻ്റെ ടീഷർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ വിപണിയിലിറക്കും. വിപണിയിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഇത് നമ്മൾ പ്രിൻറ്റിങ് നമ്മുടെ പാർട്ട്ണർ അതാണ്ട് ഹെഗീനോ എന്ന് പറഞ്ഞ ഒരു ഹെഗീനോ അല്ലേ, ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാം. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ബ്രാൻഡ് പാർട്ട്ണറിനെ അല്ല പ്രിൻറ്റിങ് പാർട്ട്ണറിനെ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവരെ വഴിയാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. എന്നിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ തരാം കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ഇത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ലോകത്തെല്ലായിടത്തും ആളുകൾ കേരളം കാണും. അൺഎക്സ്പ്ലോർഡ് ഇന്ത്യ കേരളം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് പരിപാടി. ഇനി ബാക്കി എൻ്റെ കുറേ പരിപാടിയുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ഓഫീസിൻ്റെ കാര്യം ഞാൻ പാതിരാത്രി ഫുള്ള് ലോഗോ ചെയ്യുമായിരുന്നു കേട്ടോ. ലോഗോ ഇതോടൊക്കെ ചെയ്തിട്ടില്ല. ബട്ട് ചെയ്ത് ഒരു ലോഗോ എങ്ങനെയൊക്കെ ഉണ്ടാക്കി തൽക്കാലം അത് വെച്ചിട്ടാക്കാം. മനസ്സിൽ പിടിച്ച ഒരു ലോഗോ തന്നെയാണ്. കാരണം അതിൽ തേങ്ങ ഉണ്ട്. പിന്നെ വേറൊരു ലോഗോ ഉണ്ട്. പക്ഷേ രണ്ടാമത് ഉണ്ടാക്കിയതിൽ തേങ്ങ ഉണ്ട്. തേങ്ങ നമ്മുടെ നാട്ടിൻ്റെ സംഭവമല്ലേ, കേരളം എന്ന് പറഞ്ഞ തേങ്ങ. അപ്പോൾ ഓക്കെ, എന്തായാലും ആവട്ടെ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. എന്നിട്ട് നേരെ ഓഫീസിലോട്ട് പോവാം. ഞാൻ റിച്ചുണ്ട് കുഞ്ഞുമാരെ പോലെ. രാവിലെ ആഹാരമൊക്കെ പാക്ക് ചെയ്തെടുത്തു. നേരെ ഓഫീസിലോട്ട് പോകണം കേട്ടോ. സമയമായി. പണികളുണ്ട്. ഇനി പെയിൻ്റ് അടിക്കാൻ ബാക്കിയുണ്ട്. പെയിൻറ്റ് കടയിൽ വന്നിരിക്കുകയാണ് പെയിൻറ്റ് വാങ്ങാനായിട്ട്. കുറച്ച് പുട്ടിയും പെയിൻറ്റും പരിപാടിയൊക്കെ ഉണ്ട്.
എന്താ ഓർമ്മ വന്നു, ഇവിടെ ബില്ലിങ്ങിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കുറേ വരികൾ, കുറേ ആളുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. റിച്ചു കണ്ടപ്പോൾ ഇത് ആശുപത്രിയിൽ കേട്ടോ. കറക്റ്റ് അല്ലേ? തന്നെ അല്ലേ? എനിക്ക് തോന്നി SPH അത്യാവശ്യം നല്ല വലിയ പെയിന്റുകളാണ് കേട്ടോ. കറക്റ്റ് ആശുപത്രി അല്ല അതിൻ്റെ അകത്ത് കയറുമ്പോൾ. നമ്മൾ പെയിന്റ് അടിക്കാനായിട്ട് ഇനി ബാക്കിയുണ്ട് കേട്ടോ. അതുകൊണ്ട് പെയിന്റിങ് പരിപാടി കുറച്ചുണ്ട്. എൻ്റെ കാക്കാനെ വന്ന് പെയിന്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിച്ച ഒരു ഹായറാ. നമ്മൾ നേരെ ഇനി ഫ്ലെക്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്തു. 2000 രൂപയ്ക്ക് ഫ്ലെക്സ് മാത്രമായി. കമ്പനി എക്സ്പെൻസ് കൂടി വരുവാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണോ? ഫ്ലെക്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഫ്ലെക്സ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ. ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ഫ്ലെക്സ് വയ്ക്കുന്നത്. ഇതിനിടയിൽ കുറേ പണി കഴിഞ്ഞു, കുറേ പണി തീർത്തില്ല, ഇനി ബാക്കി തീർക്കാനുണ്ട്. ഞാനിതാണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു. കണ്ടില്ലേ, ഈ കാണുന്ന ഡ്രസ്സ്, പുതിയ കേരള ടീഷർട്ട്, പുതിയ കളർ, മുണ്ട് എല്ലാം ആക്കി. ഇന്ന് നമ്മുടെ ഇനാഗുറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ പയ്യന്മാര് ഫയാസും അർജിത്തും അക്ഷയും തൻസീറാക്കായും ഞാനും പിന്നെ നമ്മുടെ കുടുംബക്കാരെല്ലാരും ഉണ്ട്. നമ്മളിപ്പോൾ ഓഫീസ് ഉദ്ഘാടനമല്ല, ഓഫീസിൽ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം വന്ന് ഒന്നിരുന്ന് കുറച്ച് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ മുഴുവനായിട്ട് ഫുൾ വർക്ക് ഉണ്ടോണ്ട് ഒന്നും നടന്നില്ല. ഇപ്പൊ അവസാന മൊമെന്റിലാണ് കേട്ടോ. ഉസ്താദ് അസ്സലാമു അലൈക്കും. ഉസ്താദ് നമ്മുടെ പ്രാർത്ഥനകൾക്കായിട്ട് ഉസ്താദാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഓഫീസിന്റെ ബിൽഡിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഗോ നൊമാഡിഗോ എന്ന് പറയുന്ന നമ്മുടെ ഓഫീസ്. ഈ കാണുന്നതാണ് കരിമണൽ സ്റ്റാച്യു അവന്യൂ എന്ന് പറയുന്ന ബിൽഡിങ്ങിലാണ് ഈ കാണുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട്, അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്താൽ വാ എല്ലാവരും വാ. ചേട്ടാ നമസ്കാരം. ചേട്ടനാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്തതെന്ന. ചേട്ടൻ്റെ മോള് ജാനകി. ഹായ്. إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون നമ്മുടെ ദ്വാരപ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാ അവസാനം കഴിഞ്ഞു. നമ്മുടെ അർജിത്ത് അക്ഷയ് എല്ലാവരും ഉണ്ട്. അങ്ങനെ ഉസ്താദ് വന്നു, ഇവിടെ ദുആക്കെ ചൊല്ലിപ്പോയി. മാമി വന്ന് തൻസിറാക്കാരമ്മ വന്ന്. എൻ്റെ വാപ്പ കുറച്ച് ആരോഗ്യ പ്രശ്നമായിട്ട് വീട്ടിലാണ് കേട്ടോ. ഫാത്തിമ നമ്മുടെ കുടുംബത്തിലെ പുതിയ ബ്ലോഗറാണ്. പിന്നെ ആരെയും വിളിച്ചില്ല കേട്ടോ, അത് വേറെ ഫാത്തിമ. ഇത് ഉമ്മയുടെ കുടുംബത്തിലെ ഫാത്തിമ, പാപ്പയുടെ കുടുംബത്തിലെ ഫാത്തിമ. അങ്ങനെ അധികം ആൾക്കാരെയൊന്നും വിളിച്ചില്ല. ഇതിനോടൊത്ത പുറകിലെ പണി പോലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അതിലാണ് ഒരു വിഷമം. കാരണം ഇത് തന്നെ ഫയാസിന്റെ ലാപ്ടോപ്പാണ് കേട്ടോ. ഫയാസിന്റെ മാക്ബുക്ക്, പിന്നെ തൻസീറാക്കാരുടെ ഒരു ലാപ്ടോപ്പ്, ഇവിടെ നമ്മുടെ ഒരു ഓഫീസ് ചെയർ സെറ്റപ്പ്, പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ്, ഇതൊക്കെയാണ് കേട്ടോ. തൻസീറാക്ക എങ്ങനെയാ, സെറ്റ് അല്ലേ? എന്താണ് നമ്മുടെ പരിപാടി? പറ. എന്താ പറയണ്ട, ഇനി ടൂർ, അതാണ് നമ്മുടെ പരിപാടി. എങ്ങോട്ട് ടൂർ പോകാൻ താല്പര്യമുള്ളവരും എന്താ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. അതെ, തൻസീറാക്ക കിടന്നുറങ്ങുമ്പോ എന്നെ വിളിക്കണം. എന്നെ കിട്ടാത്തപ്പോ ഞാൻ വല്ല കാട്ടിലായിരിക്കുമ്പോ തൻസീറാക്കായി വിളിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആളെയൊക്കെ വെക്കും. അപ്പോൾ 2-3 നമ്പർ ഇടാം. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് ഓഫീസ് അറിയാനായിട്ട്. ഓഫീസിൽ വരുന്നെങ്കിൽ അതിന് മുമ്പ് വിളിച്ചു ചോദിക്കണം. പ്രയറായിട്ട് നമ്മൾ കൂടുതൽ ആദ്യം ഓഫീസൊന്നും അങ്ങനെ അധികം ആളുകളൊന്നും കാണില്ല. പിന്നെ നമ്മളെല്ലാ സോഷ്യൽ മീഡിയയിലും അവൈലബിൾ ആണ്. നമ്മൾ അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അർജിത്ത് ഇവിടെ കാണാമല്ലേ, അപ്പം അതൊക്കെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ചെറിയ രീതിയിൽ തുടങ്ങി. നമ്മൾ പ്രതീക്ഷിച്ച സമയം കൊണ്ട് തന്നെ ഇത്രയൊക്കെ ആയത് തന്നെ വലിയൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഓഫീസ് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഓഫീസ് വിപുലീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള അവസരം നിങ്ങളൊക്കെ തരണം. അപ്പോൾ നന്ദി, നമസ്കാരം. നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മുടെ റെന്റിന് ഈ സ്പേസ് കണ്ടെത്തി തന്ന ചേട്ടനും ചേട്ടൻ്റെ മകളൊക്കെ വന്നിരുന്നു. മന്തി വേണം എന്ന് പറഞ്ഞു.
നമ്മൾ നമ്മുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് എല്ലാവരുമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അർജിത്തിന് ദോശയും ചമ്മന്തിയും. ദോശയും ചമ്മന്തി രസോടെ സാമ്പാർ. അവൻ ഇൻട്രോട്ടാണ്. രസോടെ സാമ്പാർ. പച്ചവെള്ളം മാത്രമേ പിടിക്കൂ. അങ്ങനെ രാത്രി നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നേരെ വന്നത് കൊച്ചുവേളി തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. നമ്മുടെ ഇന്ന് നമ്മളിവിടെ നിന്ന് ടൂർ പാക്കേജ് നമ്മൾ വിടുവാണ്. നമ്മുടെ നൊമാഡികയുടെ ടൂർ പാക്കേജ്. അങ്ങനെ നീ അഭിനയിക്കണ്ട. നമ്മൾ രാത്രി അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ആദ്യം പോകുന്നത് മഹാരാഷ്ട്രയിലോട്ടാണ്. ലോണാവല, നമ്മുടെ മദേരൻ, ട്രെയിൻ പേര് ലോകമാന്യ തിലക് എന്ന് പറഞ്ഞാൽ മുംബൈയിലോട്ട് പോകുന്ന ട്രെയിനാണ് കേട്ടോ. മുംബൈ, മദേരൻ, പിന്നെ നമ്മുടെ ലോണാവല, അതൊക്കെ കൂടിയിട്ടുള്ള ഒരു ട്രിപ്പാണ്. ഇത് നയിക്കുന്നത് ക്യാപ്റ്റൻ നദീമാണ് കേട്ടോ. നമ്മുടെ ട്രിപ്പ് നയിക്കുന്നത്. നദീമേ പോയിട്ട് പൊളിച്ചു കൊണ്ടുവരണം കേട്ടോ. കൊറേ പെമ്പിള്ളേരുണ്ട്, സൂക്ഷിക്കണം കേട്ടോ. അല്ല, എല്ലാരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. നദീമോ, പിന്നെ നദീമിന്റെ കൂടെ വേറെ ആരാ? കണ്ണം എവിടെ സ്ഥലം? പേരൂർക്കട. അപ്പൊ കണ്ണനും ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും ഉണ്ട്. തനിച്ചിറാക്ക കൂടെ ഉണ്ട്. നമ്മള് അതെല്ലാം ഒന്ന് ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. കുറേ പേരുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കോളേജിൽ നിന്നാണ്, തിരുവനന്തപുരത്തെ ഒരു BEd കോളേജിൽ നിന്നാണ് കേട്ടോ നമ്മൾ പാക്കേജ് കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന ആളുകളാണ് കേട്ടോ. 50 പേര് ഇവര് നമ്മുടെ ട്രിപ്പ് പോകുന്നതിന്. ആരെങ്കിലും കൊണ്ടുപോകും. അതുപോലെ സൈഡ് വാട്ടർഫാൾസ് കണ്ടാലും അതെന്തായാലും അവർ പറയുന്ന രീതിയിൽ അതനുസരിച്ച് വേണം ചെയ്യാൻ കേട്ടോ. എല്ലാവരും പോയി അടിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ അവസാനം നമ്മൾ ട്രിപ്പ് കയറ്റി വിട്ടു. നമ്മൾ അടുത്ത ട്രിപ്പോട്ട് കുറച്ചുകൂടെ നല്ലതാക്കണം. അതായത് കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട്. ഇപ്പോൾ തുടക്കത്തിലെ ഇതായതുകൊണ്ട് നമ്മളധികം ഇൻട്രാക്ഷൻ ഒന്നും പറ്റിയില്ല. അധികം എന്താ പറയുക, സ്റ്റുഡൻസിനെടുത്തും ഫാമിലീസിൻ്റെ അടുത്തും. അത് കുഴപ്പമില്ല. ഇനി 5 ദിവസമാണ് കേട്ടോ. 5 ദിവസം അവർ പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് വരും. നമ്മൾ ഗൈഡിന് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗൈഡ് തന്നെയാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി കാക്കാക്ക് ട്രാവൽ ഇതിലൊക്കെ പരിചയമുണ്ട് ഓൾറെഡി. അപ്പോൾ കുഴപ്പമില്ല. നെറ്റില്ലാമോ? നെറ്റില്ല, വീഡിയോ എടുക്കണമെന്നേ ഉള്ളൂ. മാമരെ വീഡിയോ വന്നു, കുഴപ്പമില്ലല്ലോ. ഫേമസ് ആവും, കുഴപ്പമില്ലല്ലോ. മാമ 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ച കേട്ടോ. 300 രൂപ എടുത്തപ്പോൾ 200 രൂപ ബാക്കിയൊന്ന് കേട്ടോ. ഉറങ്ങിയില്ലാന്ന് തോന്നുന്നു.